ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു യാത്ര പോവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോയി ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല ഉള്ളത്, എന്നോട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ തിരുവനന്തപുരം എത്തിയിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി നമുക്ക് ട്രിവാൻഡ്രം എത്താം. ഓക്കെ, ട്രെയിനിൽ കയറി ഞാൻ ഉറങ്ങിപ്പോവും. സോ അതുകൊണ്ട് ഞാൻ ഇനി ട്രെയിനിൽ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തിരുവനന്തപുരത്ത് പറയാം. കുറച്ച് പോസ്റ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്, അതാ നമ്മളങ്ങനെ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം എത്തി ഞാൻ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ ഉറങ്ങിപ്പോയി. നല്ല ഉറക്കമായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ബാഗ് കൊണ്ടുവന്ന് ക്ലോക്ക് റൂം വെച്ചിട്ടൊക്കെ വരാം. പക്ഷേ ഈ ബാഗ് നയിക്കൊണ്ട് ഒരുപാട് ഞാൻ നടക്കാൻ പറ്റില്ല, ബിക്കോസ് നല്ല വിശപ്പുണ്ട്. ഫസ്റ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ നന്ദു ഇല്ലേ, നമ്മുടെ സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ നന്ദു, അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ വന്നതിന് ശേഷം അവനായിട്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. നമുക്ക് 4 മണിക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷനുള്ള ട്രെയിൻ വരുന്നത്. പിന്നെ നമ്മളെ ബാസിത്ത്, അംജു, നിതിൻ, നമ്മൾ 3 പേരും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവന്മാരെല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്ക് സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ബാഗ് ക്ലോക്ക് റൂം വെച്ചിട്ട് പുറത്തിറങ്ങണം, വെറുതെ താങ്ങിക്കൊണ്ട് നടക്കണ്ടല്ലോ. ഇവിടെ നിന്നല്ല ട്രെയിൻ വരുന്നത്. വിശന്നിട്ടാണെന്ന് തോന്നുന്നു, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ബാഗ് ക്ലോക്ക് റൂം വെച്ചിട്ട് നന്ദുവിനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായിരിക്കും ഇതിൻ്റെ പ്ലാൻ. നമുക്ക് 4 മണിക്കാണ്. അപ്പോൾ ഒരു 3 മണിക്കൂർ വെറുതെ ഫ്രീ ഉണ്ട്. എവിടെയെങ്കിലും തന്നെ നടക്കാം. ഫസ്റ്റിലെ പോയി അന്നമാണല്ലോ ഉന്നം, അത് കഴിച്ചിട്ട് വരാം. 1.5 മണിക്കൂർ ഞാൻ സെൻട്രലിൽ പോസ്റ്റ് ആയതിനു ശേഷം നന്ദു വരാമെന്ന് പറയില്ല. അവൻ വാക്ക് പാലിച്ചു. അവൻ വന്ന് നമ്മൾ മീൽസ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് അവസാനം ഹോട്ടലിൽ അരുണല്ലോ വന്നിരിക്കുക. വെജിറ്റേറിയൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും നോൺ വെജ് അല്ലേ, എന്നാൽ അവൻ പറഞ്ഞ് വെജിറ്റേറിയൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇവൻ്റെ സജഷനാണ്. കൊള്ളത്തില്ലെങ്കിൽ ഇവനെ മൊബൈലിട്ടോ. ഓക്കെ, നമ്മൾ കഴിച്ചിട്ടൊക്കെ വരാം. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ പാളയത്ത് പോയി സർബത്തൊക്കെ കുടിച്ച് സെറ്റാണ്. പോയി കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെ തെന്നിത്തിരിഞ്ഞ് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂർ മാത്രം നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. നന്ദുവായിരുന്നു ഇന്നെൻ്റെ ടൂർ ഗൈഡ്. നമ്മൾ കണ്ടന്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ലടാ, ആരെയും കണ്ടില്ല. ഒരു മനുഷ്യ ഫുഡ് വിലക്കനുസരിച്ച് ഫുഡ് കൊള്ളായിരുന്നു, പക്ഷേ റേറ്റായിരുന്നു പ്രശ്നം. ബാക്കിയെല്ലാം സെറ്റായിരുന്നു. എടാ നന്ദു, നിനക്കറിയാം നമ്മൾ ലൈമാടാ ഇനിയാ പോടാ എല്ലാം കൊണ്ട് വയറ് നടക്കില്ല. ട്രെയിനകത്ത് പോകണോ? എന്നാൽ ട്രെയിനകത്ത് അവസ്ഥ അറിയാലേ, ഏത് വരെയൊക്കെ പറയാൻ പറ്റില്ല. വെറുതെ മനുഷ്യനെ കൊല്ലാന്നൊക്കെ. അയ്യോ, ഇനി 4 വേണം. ഇനി അംജു വരണം, ബാസിത്ത് വരണം, നിതിൻ വരണം. ഉമ്മാർ 4 പേരും വന്നിട്ടാണ് പോവാൻ. അമ്മ 4 ഇറങ്ങിയാ ഇല്ലെന്നൊരു ദൈവം തമ്പുരാൻ അറിയാം. നമുക്ക് അങ്ങോട്ട് പോയിക്കാം. എൻ്റെ മറ്റേ ഫോണിൽ ചാർജും കുറവാണ്, അത് കുത്തിയിടണം. അമ്മേ പൊളിയാ, കൊള്ളാം. നിന്റെ അപ്രീസിയേഷൻ കൊള്ളാം കേട്ടറാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല നല്ല മേഘമുണ്ട്. കാർമേഘം പ്ലസ് സാധാ മേഘം കൂടി രണ്ടും കറങ്ങി തിരിഞ്ഞിട്ടുള്ള മേഘമാണ്. എല്ലാവരും നമ്മൾ ഇവിടെ നോക്കുന്നത്. എന്തായാലും കാണിക്കുന്നത് ഫാൻസ്. ഫോൺ മാറ്റിയോട്ടെ, റോഡ് ക്രോസ് ചെയ്യും. അയ്യോ, നമുക്കടാ നന്ദു, നിനക്കറിയാവാ രാവിലെയാണ് ടിക്കറ്റ് കൺഫേം ആയത്. ഇന്നലെ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. രാവിലെയാണ് കൺഫേം ആയത് ടിക്കറ്റ്. പക്ഷെ വേറൊരു കാര്യമാണ്, തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അത് തിരിച്ചു വരാൻ ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെ വരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ബുക്ക് ചെയ്യാൻ ആളൊക്കെ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മൾ ഇതും തൽക്കാലമാണ് എടുത്തത്, അതങ്ങനെ കിട്ടി. നിനക്കല്ലേ, നീ എടുക്ക്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 രൂപ കണ്ടില്ലല്ലോ ഉള്ളൂ. അയ്യോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം ശനിയാഴ്ച ഉണ്ടോ, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ട്രെയിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യാൻ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ, വെൽക്കം ടു അവർ ട്രിപ്പ്. ഫുള്ള് സെറ്റപ്പ് ആണല്ലോ. ജാക്കറ്റ് എടുത്തിട്ടുണ്ടല്ലേ? അതല്ല, ജാക്കറ്റ് നന്നാ. AC-യിലാണ് നമ്മൾ പോണത്. ആ, AC കിട്ടിയത്. സന്തോഷായില്ലേ? അവിടെ നന്ദു സ്ട്രീറ്റ് വീഡിയോഗ്രാഫറാണ്. ഹലോ, ഞാൻ നന്ദു ആണ്. അതന്നെ. അതെ, എനിക്ക് ട്രെയിനകത്തുള്ള എക്സ്പെക്ടേഷൻ ഒക്കെ മറ്റേ വാരണാസി സിനിമക്കത്തെ നെഞ്ചിക്കുൾ പെയ്തിടും കാർത്തികേട്ടന്റെ വീഡിയോയിലുള്ള മറ്റേ ഗുഡ് കേക്ക് കഴിക്കണ മാമാരായിരിക്കും. ട്രെയിനകത്ത് നല്ല പടി കിളവിയായിരിക്കും. നല്ല ചാൻസ് ഉണ്ട്. ഒന്നും എക്സ്പെക്ടേഷൻ വയ്ക്കല്ലേ, എല്ലാം വന്നോട്ടെ. വെൽക്കം അംജിത് ഖാൻ.
അവനെ സീനിയറിറ്റി ഹലോ ഇവന് എത്ര പാട്ടി പിടി നിനക്ക് വല്ല വാങ്ങിച്ചു തന്നിട്ടുണ്ടോടാ? എന്തേലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ നിനക്ക് വാങ്ങിച്ചത്? ഇട് ഇവൻ നമുക്ക് ഞാൻ എപ്പോഴാ വാങ്ങിച്ചു തരുന്നത്? ഞാൻ എവിടെ ഹണിമൂൺ എവിടെ തിരുവനന്തപുരത്താണ് പോയത്. മിക്കവാറും ട്രെയിനർ തല്ലേ അടിയാകും കേട്ടാ. എക്സ്പെക്ടേഷൻ കണ്ടല്ലോ. മഴവിൽ നാരായണൻ പുതിയ പേരാണ്. സപ്പോർട്ട് ചെയ്യാം. ഇവിടെ സ്ത്രീക്കടിക്കൂ. ഇവിടെ മറ്റേ ഷോർട്ട് ഗേളിൽ മാത്രം ഗിഫ്റ്റ് ഒക്കെ. ഷീഫിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായി ആരാ മഴവില്ലെന്നുള്ള കാര്യം മനസ്സിലായില്ല. മഴവിലിൽ വർക്ക് ചെയ്യുന്ന നാരായണൻകുട്ടി മഴവിൽ നാരായണൻ. ഓടെ അപ്പൊ നീ കിഡിലോസ്കിരി മാഹിമച്ചന്റെ കൂടെ വർക്കില്ല. അപ്പൊ അവർക്ക് ഭാര്യ അവരുടെ കീപ്പ് മഴവിൽ നാരായണൻ കൊണ്ട് കേട്ടോ. കിഡിലോസ്കിര സ്വന്താളാ. വിട്ടോളാം. മൂന്ന് വാ എടാ നന്ദു. ട്രെയിൻ വന്നില്ല. സോ വെയിറ്റിംഗ് ഫോർ ട്രെയിൻ. എന്താണ് നീ അംജു നീ എന്താ പറഞ്ഞിരുന്നല്ലോ? സിനിമയിൽ കാണുന്ന പോലെ അപ്പുറം ഇന്ന് ഫുൾ ലേഡീസ് ആൾക്കാരൊക്കെ പൈലറ്റ് എന്തോ പറയുന്നുണ്ട് കാര്യമായിട്ട് പറയാം. അല്ല ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മള് ഗിറ്റാർ എടുത്ത അതിന് നീയാണ് നല്ലത്. എന്തിനാ ചിപ്സ് കട? എവിടെ ചിപ്സ് കട? ഇവിടെ ചിപ്സ് കട പോലും ഇല്ല. ഒരു കട മൊത്തം ഉണ്ടല്ലോടാ. ഇതൊരു ചെറിയ പെട്ടിക്കട വാങ്ങാനുള്ള. കൊച്ചു പിള്ളേർ നാല് ഒരു മേശയുടെ പുറത്ത് കുറച്ച് സാധനം വെച്ചാലും കുറവുണ്ട്. അതാ പറഞ്ഞ അതൊരു കടയല്ലേ വിറ്റുപോയ സാധനങ്ങൾ. ഇവന്മാര് കരുതി എനിക്ക് ഓ അതല്ലടാ കഴിഞ്ഞ പറ്റി ഇഫ്താർ ഇവനിട്ട് ഊക്കിയതിന്റെ റിവഞ്ച് അല്ലാണ് എടുക്കുക. റിവഞ്ച് അയ്യോ അല്ല ഞാൻ ഇതിനെ പറഞ്ഞിട്ട് നമ്മളെവിടെ എന്തിനാ പോണെന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടിലാണ് B1 ലോക്കോ പൈലിന്റെ കൂടെ നമ്മളെ ട്രെയിൻ അങ്ങനെ എത്തിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ ഉമ്മാരൊക്കെ പറഞ്ഞാണ് ഇവന്റെ പ്രത്യേകം പറഞ്ഞ ഫ്രണ്ടിൽ പോയി നിൽക്കാന്ന്. ആ സംഭവം ശരിയാണ്. കറക്റ്റ് കാണിച്ചാണ്. B1 ആണ്. ഓ നമ്മളങ്ങനെ നടക്കാണ്. ഇത് കൊല്ലത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. തഞ്ചാവൂർ മധുര വഴി ചെന്നൈക്ക് പോകും. ഓ നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ഞാൻ പറയാൻ പറ്റുന്നതാണ്. നമ്മൾ ചെന്നൈ പട്ടണോ എന്റെ മറ്റേ ചെന്നൈയിലാണ് പോകുന്നത്. ഞങ്ങൾ ശ്രീനിവാസന്റെ ഇത് കണ്ട് നമ്മൾ പോകുന്നൊക്കെ പറയാം. എങ്ങനെയുണ്ട്? ഞാൻ സ്ട്രെസ് വന്നു അപ്പൊ ചെന്നൈ പോകും. ചെന്നൈ നീ പോയിട്ടുണ്ടോ ചെന്നൈ? ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട് പണ്ട്. മസാല ദോശ ഇഡ്ഡലി കയറുക ദോശ കയറുക. B1 നമ്മുടെ കൊച്ച്. B1 എല്ലാ സൈഡാണ്. എല്ലാ സൈഡിലും ഓവറാണ്. അമ്മേ വലത് കാലം വെച്ച് കയറ അങ്ങോട്ട് പോടേ. അയ്യോ എന്റെ വിടലില്ല. ആരെ വിടലില്ലടാ? അടേ 39 അല്ലേ? അങ്ങോട്ട് പോകും 39. 39 ഇത് അത് തൊട്ടെന്ത് 36 37 താത്തിറ. ആ ട്രെയിൻ എടുത്തേ. പക്ഷെ ഇപ്പോഴും നമുക്ക് ടിക്കറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ. ഒരേ ആൾക്ക് തന്നെ 2 നമ്പർ വീതം വന്നിട്ടുണ്ട്. മൈക്കൊണ്ടല്ലോ 39 വന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ? നിന്റെ കൂട്ടുകാരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പപ്പാതി നല്ലതാ. എന്താന്നൊരു പിടുത്തമില്ല. എന്തിനാണോ എന്തോ അവന്മാരുടെ ശരിയായ എന്തോ അംജു ഏതാണ്ട് പേരൊക്കെ ഉണ്ട്. എന്താ ഇത് നേരെ പഠിപ്പിക്കേണ്ടി വരും. എന്താ ഡോൾ 5-6 കഴിച്ചാണ് ഇരിക്കുന്നത്. അവസ്ഥ എന്തിനു പറയാ? ഒരു തല അവിടെ അതല്ല ഞാൻ പറഞ്ഞതല്ല.
സാധാരണ ടിക്കറ്റ് എടുക്കുന്നത് കൺഫേം ടിക്കറ്റ് വരുന്നത് 4 ടിക്കറ്റ് ആയിട്ട് വരണ്ടല്ലേ? അങ്ങനെ എന്റെ അതാണ് പറഞ്ഞത് RAC-ല് അങ്ങനെയാണ്. RAC വെയിറ്റ് ലിസ്റ്റ് അത് അങ്ങനെ കൺഫേം ആവുള്ളൂ. വെയിറ്റ് ലിസ്റ്റ് ഒക്കെ അതാ ഞാൻ ഡൽഹിയിൽ നിന്ന് ഇതുപോലെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സന്തോഷം. സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പാഠങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇരിക്കും? അതെ സമയത്തിന് ബുക്ക് ചെയ്യാൻ നിന്ന ഒരു സീറ്റിൽ 2 പേര് വെച്ചൊക്കെ പോകേണ്ടി വരും. ഇവരെയൊക്കെ സൈസ് കണ്ടല്ലേ? നിന്നെ പറഞ്ഞില്ല, നമ്മൾ എല്ലാ സൈസ് എനിക്കത് പറയാനില്ല. തിരിച്ച് ഫ്ലൈറ്റ് വന്നാലേ ഒരു വെറൈറ്റി പൊളിക്കും. ലോൺ എടുക്കും. 3000 ഉള്ളൂ. എടുക്കാം. ഉള്ള സീറ്റും കൂടെ ആകെ ഒരു സീറ്റുള്ളൂ. അത് പോകും അങ്ങോട്ട് പോയി. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ പോയ സീറ്റിൽ നമ്മുടെ സീറ്റിൽ 2 പേരിരുന്നു. അത് 2 മല്ലന്മാർ. നമുക്ക് ഭയങ്കര പേടി. എന്ത് ചെയ്യും? സ്വന്തം സീറ്റ് ചോദിക്കാൻ പേടി. തിരിച്ച് നമുക്ക് ഇതാണ് വരുന്നത്. തിരിച്ച് ബസ് നോക്കാം. നോക്കണ്ട, മറ്റേ റെഡ് ബസ് വല്ലതും നോക്കാം. അപ്പൊ ശരി, കാണാം. ബൈ. എവിടെ കളഞ്ഞു നിന്റെ ഗിത്താർ എന്താ? ആദ്യമേ കിടക്ക ഒരു സ്ഥലം ഉണ്ടാക്കി. എവിടെ കിടക്ക? അതൊന്നല്ല, എന്താ ഇതിന്റെ സംഭവം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്താ സംഭവം? 4 പേർക്കും കൂടെ 2 സീറ്റ്. എടേ ഓടേ, ഇനി അതും പറഞ്ഞു കൂട്ടി പറഞ്ഞൊപ്പിക്കേണ്ട പാടാണ്. നീ സംസാരിച്ചാ? എന്നിട്ട് ചോദിച്ചപ്പോ ലാസ്റ്റ് പറഞ്ഞില്ല സീറ്റ് തണുപ്പ് പിടിക്കുന്നില്ല. നീ ഇറങ്ങി പോകും, സ്ലീപ്പറിൽ പോകും. എന്താ ഗിഫ്റ്റാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പിടി. സൈലൻസ്. സഹൃദയരായ നിതിൻ അമർ, അംജിത് ഖാൻ, ലൂക്കാച്ചൻ എന്നിവർക്ക് വേണ്ടി നമ്മൾ ചെന്നൈയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ചെന്നൈയിൽ പോണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മെയിൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയ്യധികം സിനിമക്കകത്ത് കണ്ടിട്ടുള്ള ഒരു പാരറ്റ് ഫീഡിങ് സംഭവമുണ്ട്. അതായത് പാരറ്റ് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കോമഡി കുതിക്കരാ തത്തുമ്മ ഈ സാധനം അത് അവരുടെ വീട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു 9-8 വർഷത്തിന് മുമ്പ്, അത് അടുത്ത വ്ളോഗായിരിക്കും, അതിന് പിന്നെ ചരിത്രം എന്ന് പറയുന്നത്, അത് കാണാൻ വേണ്ടി പോയാണ്. പിന്നെ ചെന്നൈയിൽ പോയി ബിരിയാണി കഴിക്കണം. പിന്നെ പിന്നെ വല്ല സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയാണ് നമ്മൾ പോകണല്ലേ. ചായ കുടിക്കണം. ഡയറക്ടർ വന്നിട്ട് നമ്മളെ വിനീത് ശ്രീനിവാസനെ കാണാൻ പറ്റിയല്ലോ. പുള്ളി അടുത്ത കൊടുത്തിട്ട് ചാൻസ് കിട്ടിയില്ല. ബിരിയാണി വെക്കാൻ അറിയാമെന്ന് പറയാൻ പോരെ? നിനക്ക് വെക്കാൻ അറിയാം. പിന്നെ എന്തൊക്കെയെന്ന് അറിയാം, ഒന്നും പ്ലാൻ ചെയ്തില്ല. പ്ലാൻ ചെയ്ത സംഭവമൊക്കെ മൂഞ്ചി പോയിട്ടുണ്ട്. നമ്മൾ അവസാനം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ ഒരു സീറ്റ് 2 പേര് വെച്ചായിട്ടുണ്ട്. അത് തന്നെ നല്ല പ്ലാനിങ് ആയിരുന്നു. ചില ആൾക്കാരൊക്കെ ഞാൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞാണ്, പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ മാസം തന്നെ ഞാൻ പറഞ്ഞാണ് ടിക്കറ്റ്. ഇല്ല എന്ത് എന്താ നിന്റെ 800 രൂപ നിന്റെ ഭാര്യടി പോയി ലൂക്കാച്ചൻ്റെ അല്ലേ? എനിക്ക് തരണ്ട, നീ എനിക്ക് പൈസ തരണ്ട. ഓക്കെ, നീ തരണ്ട, നീ പൈസ തരണ്ട, എനിക്ക് പൈസ തരണ്ട. തരണ്ട, നീ തരണ്ട. ഇവനൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ഇവന്റെ ഒക്കെ ഇതുപോലെയാണ് ഒരു പയ്യൻ ചാടി നിർത്തിട്ട് ഈ ബേളൊക്കെ അയാൾ നിർത്തിയിട്ടുണ്ടല്ലോ. അല്ല, നമ്മുടെ കൂട്ടത്തിരിക്കുന്ന ഫാമിലിയുടെ ഒരവസ്ഥ ഈശ്വര, എന്തിനാണോ ഈ കോച്ചെടുത്ത്? സോറി, എന്റർടൈൻമെന്റ് ആയിരിക്കും, പേടിക്കണ്ട. ഒരു സിനിമ കാണുന്നു വിചാരിച്ചാണ്. തമിഴ്നാട് സർട്ടിഫിക്കറ്റ് ഒരു രക്ഷയില്ലാതെ ഫ്രെയിംസ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാര് സാധനങ്ങളും ഫ്രെയിമിന്റെ ഒരു രക്ഷയെന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് കാണിച്ചു. നിങ്ങൾ കണ്ട എനിക്കധികം എടുക്കാൻ പറ്റില്ല. എന്റെ ഫോൺ അധികം വിലയില്ലാത്ത തെറിച്ചു പോകുന്നുള്ള പേടിയാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം.
ഹലോ അംജു. ഓ ഓയ്യോ. ഓ ഓ അവന്റെ 5 വെച്ചോണ്ട് എന്റെ 5 വെച്ചോണ്ട് ഇത്രയും ഞാനിവിടെ. ഓ ഓക്കെ ഓക്കെ. രണ്ടും തമ്മില് 13 14 തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്നൈ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മൾ ചെന്നൈ പട്ടണത്തിലേക്ക് തമിഴ്നാട് കയറിയത് തമിഴ്നാട്ടിലെ ഒരു തമിഴ്നാടിന്റെ ആ ഒരു ഇടുക്കിയെ വിശേഷിപ്പിക്കുന്ന പല മലനിരകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. Many hours later. ചുമ്മാ ഇരിക്കട്ടെ, നമ്മൾ വന്നിറങ്ങി പഞ്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തിരിക്കുന്ന സുഹൃത്തുക്കളെ, ചെന്നൈ എത്തിരിക്കുകയാണ്. ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മൾ ചെന്നൈ എക്മോർ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ടു നമ്മൾ ലോക്കോപ്പയിൽ നേരത്തെ എത്തിച്ചിട്ടുണ്ട്. മഴവിൽ നാരായണന്റെ ഷൂട്ടുള്ളത് കൊണ്ട് നമ്മൾ 7 മണിക്ക് എത്തുന്ന ട്രെയിൻ 6 മണിക്ക് എത്തിച്ചു. ഓ പിന്നെ ഇന്നലെ നാരായണക്കുട്ടിയെ ട്രെയിനിൽ ഇരുന്ന് എന്താണ് ഊക്കി ഇല്ലാതാക്കി. അതങ്ങനെയാണല്ലോ. ഒരു ഫാമിലി വന്ന് ഊക്കി അവസാനം നാരായണക്കുട്ടിയെ വടിച്ചെടുത്തു. ഇത് എക്സിറ്റിലൊക്കെ തന്നെയാണ്. എനിക്കറിയാൻ പാടില്ല. വാ നോക്കാം, എങ്ങോട്ടെങ്കിലൊക്കെ പോയി നോക്കാം. എന്താടാ ചെന്നൈ വിജയുടെ വീട്ടിൽ പോണോ? നോക്കാം. എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ നോക്കാം. തുറക്കുമ്പോ കാണാം. വിജയ് വന്നിട്ട് മുടി താടി വളർത്തിയിട്ടില്ലേ, കണ്ടിട്ട് പോണ വന്നിട്ട് നമുക്ക് ആദ്യമേ നോക്കേണ്ട സ്റ്റേ ആണ്. സ്റ്റേ കൊള്ളാം. സ്റ്റേ അതൊക്കെ കോടതി ചോദിക്കുള്ളൂ. സ്റ്റേ ഓ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ ചെള്ളവാരി പൊത്തിയാണ്. ആരാ? നീ തന്നെ. നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്ര ഒന്നുമില്ല നമുക്ക്. ഓ ശരി. ഇവിടെ നമുക്ക് മറ്റേ ഉണ്ടാ ഒരു ബൈക്ക് ടാക്സി സെറ്റപ്പ്. നമ്മുടെ കേരളത്തിൽ എന്താണ് കേരളത്തിൽ വന്ന കുറെ ഓട്ടോക്കാരന്മാര് അതാണ് പ്രശ്നം. കേരളത്തിൽ എന്താണ് പറയുന്നത്? കേരളത്തിൽ നമുക്ക് നൈറ്റായിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതെടുത്തിട്ട് ഓടായിരുന്നു. ഈ കുത്തിത്തിരിപ്പും കാണേ വേണം. ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പും കാണണം. സൈഡിൽ വരുന്നു. അതായത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനാണ്. മെയിൻ ചെന്നൈ സെൻട്രൽ അപ്പുറത്താണ്. ഇതിനടുത്ത് കുറച്ച് 7 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി. സെൻട്രലിൽ ഇറങ്ങാൻ ട്രെയിൻ വേണ്ടേ? ആണല്ലേ? നിന്റെ കുഞ്ഞപ്പനാണല്ലോ അവിടെ ഇത്. ഇതുവരെ ഓടിക്കാൻ അതുവരെ ഓടിക്കാനും അറിയാം. ഓ സാറ് സീരിയസ് ആയിട്ട് നിങ്ങളാണ് ഈ ലാസ്റ്റ് വരെ ഇറങ്ങാതിരുന്നത്. ഞാൻ പറഞ്ഞെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ഇറങ്ങാനോട് മാറ്റിട്ടാ. ഓ നോക്കടാ. ശരി. ബാക്കിൽ ഒരു പഴശ്ശിറാം എക്സ്പ്രസ് വരാണ്. കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കട്ട് ചെയ്യും. ഞാൻ ഇടും. നിന്റെ സംസ്കാരം നാട്ടിൽ ഇറങ്ങിയത് 6 മണിക്ക് ചെന്നൈ ഓണാണ്. ചെന്നൈ ഓണാണ്. നമ്മൾ ട്രിവാൻഡ്രം എപ്പോഴും ഓണാണ്. 24 ആലപ്പുഴ 8 മണി കഴിഞ്ഞാൽ ഇരുട്ട്. ഓ ശരി. ആലപ്പുഴ അവിടെ അതുള്ള കാര്യം. ശരിടാ, സമ്മതിച്ചടാ. അതുകൊണ്ടാണ് എറണാകുളത്ത് പോയി കിടക്കണം. ഇതിനെ 12 മണി കഴിഞ്ഞ് സായി എടുത്ത് ഇത് എന്നാ ഊക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുകയല്ലേ? പഠിച്ച് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. ഓ ഓടയോ? ഓ അല്ലല്ല കഴിഞ്ഞ ഷിഫിന്റെ വലിയ പരിപാടിക്ക് ഒരുതരം വട്ടത്തിലും നീളത്തില് എല്ലാം കൂടെ വരഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം സ്റ്റേഷൻ മുതൽ ചെന്നൈ എന്നെ ട്രെയിനുള്ള ഏതോ തമിഴന്മാരെ തൂക്കിട്ട് എന്നെ ഊക്കിയത്. കൊള്ളാം കൊള്ളാം. എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ബമ്പർ പ്രൈസ് കിട്ടിയെന്നെ ട്രെയിനിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങി. അടിപൂക്കുറ്റി. ഓ ഇതിൻ എന്താണ്? അത് 2 മിനിറ്റ് ഇങ്ങനെ ഇതൊന്നും ഇടൂല. പഞ്ഞില്ലേ? എന്തേലൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇത് സീരിയൽ ആയിരിക്കും കേട്ടോ. ഓ എടാ ഇത് നോക്കി, ഗ്രൗണ്ട് നോക്കി എത്ര പേരാണ് അവിടെ കളിക്കുന്നത്. ഒരു ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളോടൊക്കെ ഇങ്ങനെയുണ്ട്. നമ്മളവിടെ പാടത്തൊക്കെ ഒരു 10-12 പേരെ കളിച്ചാലേ ഉള്ളു. ആ ഒരു ചാട്ടക്കിടക്കൊണ്ട് വീട്. നമ്മളോടൊക്കെ 10-12 പേരൊക്കെ പാടത്ത് കളിക്കണത്. ഇവിടെ 100-200 ആൾക്കാരാണ് സ്ഥലത്ത് കളിക്കുന്നത്. എന്തിനാണിത്? ഇത് ഇവരുടെ ബോളൊക്കെ ഇതെങ്ങനെ തിരിച്ചറിയും? എന്റെ പൊന്നെ. നമ്മള് സാധാരണ ഒരു ഗ്രൗണ്ടിൽ ഒരു ടീം അല്ലെങ്കിൽ 2 ടീം 2 സൈഡിൽ 2 സൈഡ്. പക്ഷേ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു കുറഞ്ഞതൊരു 30 ടീമാണ്. 30 ടീം 10-200 ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ കണ്ട മനസ്സിലാവും. ഒരു 2 നമ്മള് വന്നിട്ട് ഒരു സ്ട്രഗ്ലിംഗ് അവസ്ഥ. എയർ ബി നോക്കിയിട്ട് അതില്ല,
എല്ലായിടത്തും നോക്കിയിട്ട് എല്ലായിടത്തും 1:30 ശേഷം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ മൊത്തം മൊണ്ടി കേസ് പ്രാന്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് എന്തായാലും ഭയങ്കര കൗതുകം തോന്നി. എനിക്കും കൗതുകം തോന്നി. എന്തായാലും ഞങ്ങൾ Airbnb നോക്കട്ടെ, ആൾക്കാർ ആ മെസ്സേജ് കെഞ്ചിയിൽ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. കളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ബോളർ കളിക്കും. എന്തെങ്കിലും നോക്കട്ടെ. നമ്മൾ ചെന്നൈ വന്ന് ഫുള്ള് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. മറ്റേ പൈപ്പ് വെള്ളം കുടിച്ചെന്നൊക്കെ പറയില്ലേ സിനിമാക്കാരനാകാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ റൂമിന് വേണ്ടിയിട്ട് തെരുവ് തെണ്ടിത്തിരിഞ്ഞ് അവസാനം Airbnb വഴി നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് അവരെ കമ്പനി വഴി നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവന്മാർക്ക് പുച്ഛം അന്നൊരു ഹോസ്പിറ്റലാണോ അത്? ആണോ അത് തന്നെ? അത് റൈറ്റ് സൈഡിൽ അത് എന്നെ ബിൽഡിങ് ആശുപത്രിയാ കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് തമിഴ്നാട്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അത്. ആ എന്റെ പൊന്നെ, നമ്മളൊരു വിൻറ്റേജ് ടൈപ്പ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒളിച്ചോട്ട് സെറ്റപ്പൊക്കെ ഈ ശ്രീനിവാസ സിനിമയിൽ കാണുന്ന ലോഡ്ജ് സെറ്റപ്പ്. നമ്മൾ ചെന്നൈയിലെ മാഫിയയിലാണ്. നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകണവരൊക്കെ ഇല്ലേ, ലോഡ്ജിൽ താമസിക്കില്ലേ, ആ സെറ്റപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറുപ്പിൻ്റെ ഒളിച്ചോട്ടം അപ്പടാ. ഓ അല്ലേ, ഇത് നോക്കടാ, ഏതൊരു പഴയ എനിക്കൊന്നേ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിങ് ഇവിടെ വന്നു കേട്ടോ. പഴയ മീറ്റർ ബോർഡൊക്കെ എടാ ഇത് അയ്യോ എൻ്റെ അമ്മേ. എടേ വൃത്തിയൊന്നും കാണില്ലെന്ന് തോന്നുന്നു കേട്ടാ. അയ്യോ ബാത്റൂം നോക്കാം. എന്താ അവസ്ഥ? അങ്ങനെ ചെന്നൈയിലെ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന സുഹൃത്തുക്കളെ നമ്മൾ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോവുകയാണ്. അങ്ങനെ ലോഡ്ജിലുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലോക്കൽ ലോഡ്ജിൽ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹമായിരുന്നു. സിനിമാക്കാരൊക്കെ വരുന്നല്ലേ, ലോക്കൽ ലോഡ്ജിൽ നിൽക്കുന്ന സംഭവമായിരുന്നു. അത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പോവുകയാണ് Airbnb-യിലേക്ക്. വീണ്ടും 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 ഊബർ യാത്രകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. എന്താ നാളെയാണ് ബാസത്ത് ബാക്കിൽ പുഷ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചാര എണ്ണയും കുറേ പോകുന്നുണ്ട്. അല്ല ഞാൻ ഫോണിനകത്ത് നല്ലപോലെ പഞ്ചസാര ഫോണിലൊക്കെ ഉറുമ്പ് കയറാൻ നോക്കിയോ കേട്ടോ. ഓ ശരി ഡൈ ശരി. അവൻ തേനൊഴുകുമല്ലേ, അവൻ പഞ്ചാര അടിക്കുമല്ലേ. ആ ശരിടേ. ആ തൃശ്ശൂര് നിനക്ക് നല്ല ഇപ്പൊ ഒരു ചായ ഉണ്ട്, എന്താന്നറിയില്ല. എടാ ബാസത്തിന്റെ അനിയ, നീ വ്ലോഗ് കാണണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നിന്റെ ചേട്ടന് ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തേക്ക് ചെറിയൊരു ചായ ഉണ്ട്. അതെന്താന്നുള്ളത് നീ സോർട്ട് ഔട്ട് ചെയ്തെടുത്തോ. സുരേഷ് ഗോപി ഓ ജീവനായ കോഴിക്കോട് വരും. മറ്റേ സാധനം ഖാദി ക്രാഫ്റ്റ് അയൻ സിനിമക്കകത്ത് കാണിക്കുന്ന ആ ബോർഡ് ഇല്ലടാ. പുള്ളിമല ഖാദി ക്രാഫ്റ്റ് മനസ്സിലാവില്ല. നിനക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ട്രാൻസ്ലേറ്റർ വയ്ക്കണമല്ലോ. സിനിമ കണ്ട എന്താ സംഭവം എന്ന് വെച്ചാൽ ഖാദി ക്രാഫ്റ്റ് അയൻ സിനിമക്കകത്ത് കാണിക്കത്തില്ല. അതിന്റെ ഇവന്മാരെന്നെ വ്ലോഗ് എടുക്കാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യാനാണ് ഇതിനൊക്കെ? ആ ഒരു കൂറ ലോഡ്ജിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ സ്വർഗം Airbnb-യിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് ഒരു റൂമ്, അവിടെ നിന്ന് 2 പേർ കിടക്കാം. അവരുടെ ബാത്റൂം, ഇത് കണ്ണാടി, ഇത് ഹാള്. ഞാനിപ്പോൾ സോഫ ഇട്ടപ്പോൾ ഞാൻ ആ സോഫ കിടക്കുന്നു. ഇവിടെ നൈസാണ്. പക്ഷേ നമുക്കിവിടെ നാളെ രാവിലെ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. സോ അതാണ് ഏറ്റവും വലിയൊരു വള്ളിക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇത് മറ്റൊരു റൂമ്, ബാത്റൂം, നൈസ് ബാത്റൂമാണ്.
ഉള്ള രസമുണ്ട്, ലൈറ്റൊക്കെ ഉണ്ട്. എൻ്റെ പിന്നെ അവിടെ നിങ്ങളുടെ എത്തിയത് സ്വർഗം കിട്ടിയൊരു ഫീലായിരുന്നു. അഞ്ചു എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? അവൻ്റെ മുഖത്ത് തന്നെയാണ് അത് കൊള്ളാമെന്ന് പറയുന്ന സംഭവം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് സെറ്റായിട്ടൊക്കെ കേട്ടെ, കുളിക്കാനായിട്ടൊക്കെ എന്തോ പോലെ. അങ്ങനെ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ തെണ്ടിത്തിരിക. ഇതാണ് മെയിൻ ഓപ്ഷൻ. ഒരു പ്ലാനിങ്ങും വെക്കുന്നില്ല. പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ അത് 3G പോകത്തില്ല. നമ്മൾ ഇത്രയും നേരം പ്ലാൻ ചെയ്ത് കണക്കൊന്നും അല്ല ഒന്നും പോയത്. സോ പ്ലാൻ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് നോക്കാം എന്നുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഏതോ ഒരു ട്രെയിനിൻ്റെ ഓവർബ്രിഡ്ജൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തൊരു ചെയ്യുമോ എന്തോ. നീ കുത്തിയിരുന്ന എൻ്റെ പോസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യല്ലേ? 670 സംതിങ് ഇതുണ്ട്. അത്രയുണ്ട്. ചുമ്മാ നിന്റെ വൈഫ് അൺഫോളോ ചെയ്തു. ഓ ഓ ഇവൻ ആ എല്ലായിടത്തും കല്യാണം. അവൻ വിളിക്കുന്ന അവൻ്റെ പറഞ്ഞ കല്യാണം. ഇവരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരേതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ മെയിൻ വീഡിയോ ഒക്കെ കണ്ടില്ലേ, അവിടെ പോയി പരിചയപ്പെട്ടാണ് ഇവരെയൊക്കെ. അതാണ്. വാവ് നൈസ്. ചെന്നൈ സെൻട്രൽ ഇവിടെ നല്ല കിടിലായിട്ട് കാണാമല്ലോ. കാണിച്ചു തരാം. എൻ്റെ അമ്മ കിടില്. ഓ ചെന്നൈയുടെ നൈസ് ലുക്ക്. അതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മളങ്ങനെ ഞാൻ ഫസ്റ്റ് ഈ മെട്രോ തുടങ്ങും മുമ്പ് മെട്രോ ഫ്രണ്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. FP എവിടെയോ കുഴപ്പമുണ്ട്, തപ്പിയെടുക്കണം. അതിനുശേഷം നമ്മൾ മെട്രോയിൽ കയറാൻ പോകും. നേരം 1000 ലൈറ്റിൻ്റെ അവിടെ പോയിട്ട് 1000 ലൈറ്റ് അവിടെ എവിടെയോ പോയിട്ട് അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ചെന്നൈ മെട്രോ ഇത് ചെന്നൈ. ഓ ഓ ഓടെ ഓ ഓ മദ്രാസ് മെട്രോയാ? മദ്രാസും ചെന്നൈക്ക് ഒന്ന് തന്നെടേ. അപ്പോൾ പിന്നെ എങ്ങനെ ഇപ്പം മദ്രാസ് മെട്രോ ആവുന്നത്? ഓ ഇവന് യവനെ കൊണ്ടൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ചളി അടിച്ച് കൊന്നുകൊണ്ടിരിക്കുക മനുഷ്യനെ. ഞാനൊക്കെ റിട്ടയറായി. അയ്യോ ഇതുവരെ ടിക്കറ്റ് എടുക്കണത്? അയ്യോ ടിക്കറ്റ് എടുക്കണ ടിക്കറ്റ് വെയിറ്റ് ടിക്കറ്റ് കൗണ്ടർ എവിടെ നിന്നാണ്? അഞ്ചു നോക്കണ ടിക്കറ്റ് എവിടെ നിന്നാണ്? 1000 എവിടെ ടിക്കറ്റ് എടുക്കുക? എവിടെ നിന്ന്? ഇവിടെയാണോ? ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? അല്ല ആ QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്നു. 20 പൈസ ഫോർ മെട്രോ ടിക്കറ്റ്. 1000 ലൈറ്റ് QR കോഡ് സ്കാൻ ചെയ്യും. യെസ്. 1000 ലൈക്ക് മൊബൈൽ നമ്പർ സെലക്ട് ഡെസ്റ്റിനേഷൻ 1000 ലൈക്ക്. മൊബൈൽ നമ്പർ ഇവിടുന്ന് എന്തോരം ടൈം ഉണ്ടോ എന്തോ? പ്ലാറ്റ്ഫോം ഏതാ? കോയമ്പേട് 1000 ലൈറ്റ്. 1000 ലൈറ്റ് 1000 ലൈറ്റ് അണ്ടർഗ്രൗണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് പൊന്നി. നമ്മൾ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തില്ലായിരുന്നു. ആ സ്കാൻ ചെയ്ത ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കൗണ്ടറിൽ പോയി കാണിച്ചപ്പോഴത്തേക്ക് അവർ നമുക്ക് വെർച്വൽ ടിക്കറ്റ് എടുത്തത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇൻ ചെന്നൈ മെട്രോ. ഒന്നങ്ങോട്ട് 2 ഇങ്ങോട്ട്, 5 താഴത്തോട്ട് 6 താഴത്തോട്ട്, അതിനും താഴെ പോണത് 5 താഴത്തോട്ട് 6 താഴത്തോട്ട് കാണിച്ചിരിക്കുക. പിന്നെ താഴത്ത് എന്തിനാ എടാ എൻ്റെ പൊന്നളിയാ, എൻ്റെ പൊന്നെ. എടാ ദുബായിൽ സെറ്റപ്പെടാ. ദുബായിൽ ഇങ്ങനെയാണ് 5 താഴെ 1 2 5 6 ഇനിയും താഴെ. എൻ്റെ അമ്മേ. ഓയ്യോ കിടിലൻ സെറ്റപ്പ്.
ഒരു രക്ഷയില്ല. ട്രെയിൻ ഒരു രക്ഷയില്ല വെച്ചാൽ നല്ല സ്പീഡിലുള്ള ട്രെയിനായിരുന്നു. നല്ല പറന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സൈഡിലൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണല്ലോ, അത് കാരണം നമുക്ക് സൈഡിലൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ഡാർക്കായിരുന്നു. പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് നല്ല സ്പീഡുണ്ടായിരുന്നു കേട്ടോ. ഫും എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചി മെട്രോനെക്കാളും അപേക്ഷിച്ച് കുറച്ചൊരു ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയത്, കുറച്ചൊരു ലെങ്ത് ഉണ്ട്, നമ്മളെ ഇതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെറിയ ഡിഫറൻസ് തോന്നി. നമ്മളേ മെട്രോ ഇറങ്ങി വെളി വന്നപ്പോഴത്തേക്കും വേറെ വല്ല രാജ്യത്താണ് എത്തിയത്. അമ്മാരി കിടക്കണ് വിഷയമാണ്. നമ്മള് കയറിയത് ഒരിടത്ത് വലിയ സീൻ വലിയൊന്നുമില്ല, സ്ലം ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇത് ഒരിടത്തുനിന്ന് പൊങ്ങിയപ്പോ ഭയങ്കര പോർഷ്. നമ്മൾ വേറെ ഒരു സ്ഥലത്താണോ വന്നിരിക്കുന്നത്? രാവിലെ ഈ സ്ഥലം ഞാൻ കണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് ചെന്നൈ വേറെ റേഞ്ച് രക്ഷയില്ല, വേറെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചെന്നൈ നഗരവീതിയിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുകയാണ് 4 യുവാക്കൾ. എന്ത് ചെയ്യും? ഇവര് 3 പേര് മാത്രം. ഓടേ ഓ കുട്ടികളോട് നമ്മളെ ഈ തത്തേക്ക് മതി. നമ്മൾ മറീന ബീച്ച് എത്തിയിരിക്കുകയാണ്. മറീന ബീച്ചിൽ ഭയങ്കര എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. പണ്ട് വന്നതാണോ? പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ PSC എക്സാം എഴുതാൻ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതുപോലൊന്നും PSC ഇല്ലടാ, സോറി, മറ്റേ സദേൺ റെയിൽവേയുടെ എക്സാം ഇടാ. ഇവിടെ വെച്ചിട്ട് നിർത്തുക, ഇനി കാണരുത്, ഫുള്ള് തള്ളായി. ആ സദേൺ റെയിൽവേയുടെ എക്സാം ഉണ്ടടാ. എടാ ഒരിടയ്ക്ക് കേരളത്തിലുള്ള എല്ലാവരും അപ്പോയിൻറ്റ് ചെയ്തായിരുന്നില്ലടാ. അപ്പോഴത്തേക്കും പിന്നീട് വരുന്ന എക്സാമിനകത്ത് മിക്കവർ കേരളത്തിലുള്ള എല്ലാവരും ആ എക്സാം എഴുതി. അപ്പോൾ ആ എക്സാം എഴുതാണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറീന ബീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻറ്റ് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഭയങ്കര ഡിഫറൻറ്റ് വെച്ചാൽ ഭയങ്കര ഡിഫറൻറ്റ്. മൊത്തം കടകൾ, ഇവിടെ മതിലെന്തൊക്കെയോ ഒന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. നൈറ്റ് വന്നുകൊണ്ടാകുന്നുണ്ട്, എങ്ങനെയാണ് എന്താണെന്ന് ഐഡിയ ഇല്ല. ഇവിടെ നോക്കിയാൽ മൊത്തം കടകൾ. ഇനിയിപ്പം നമ്മുടെ ആലപ്പുഴ ബീച്ചൊക്കെ ഈ ഒരു സെറ്റപ്പ് ആവും എന്നാണല്ലോ പറയപ്പെടുന്നത്. അയാൾ നല്ലതായിരിക്കും, നൈസായിരിക്കും, പൊളിയായിരിക്കും. നമ്മൾ മറീന ബീച്ച് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കണ്ട, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടേക്ക് നോക്കിയിട്ട് ഇവിടെ അത് കാണുന്നില്ല. എവിടെയാണോ എന്തോ ഒരു ഐഡിയ ഇല്ല എവിടെയെന്നുള്ളത്. ഞാനെന്തായാലും നോക്കട്ടെ. അവിടെ കുറച്ച് അവിടെ കുറച്ച് പോയി, അതും പോയി. അവിടെ കുറച്ച് പോലീസുകാരെ നിൽപ്പുണ്ട്, അവരൊക്കെയും ചോദിച്ചു നോക്കാം. അവിടെ കണ്ട, ആ വണ്ടിയുടെ കണ്ട, ബഗീറെ കണ്ട, അതിൻ്റെ തന്നെ പോലീസുകാരെ നിൽപ്പുണ്ട്, അവരൊക്കെ പോയി ചോദിച്ചു നോക്കാം, എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ മറീന ബീച്ചിൽ നിന്നും നമ്മളാ ദാസനും വിജയം എന്ന സ്പോട്ട് കാണാൻ പോക്ക് നടന്നില്ല. അവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് നമ്മൾ റൂമിലെത്തി കിടന്നുറങ്ങി. രാവിലെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെന്നൈയിലെ തെരുവോരങ്ങളിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം എന്താണെന്ന് യാതൊരു ഐഡിയയില്ല. ചെന്നൈയുടെ മണം പിടിച്ച് നമ്മളിങ്ങനെ തെണ്ടിത്തിരിയാണ്. സുഹൃത്തുക്കളെ, 3 എന്നെയും കൂട്ടാണ് ഫ്രണ്ടായിട്ട് പോയിട്ടുണ്ട്. അമ്മ പറഞ്ഞാൽ ഇതൊരു മാളിൽ പോകാമെന്ന് പറഞ്ഞ് ചെന്നൈയിലെ മാൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയാമല്ലോ, ഇവിടുത്തെ മാളൊന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നും കാണൂല. എന്നാലും നമ്മൾ മാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെന്നൈയിലെ തെരുവോരങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് പോകുന്നു. ഫ്ലൈറ്റൊക്കെ പോകുന്നു. ഹലോ ഹായ് ഹലോ അതെ ഓക്കെ താങ്ക് യു. ലാസ്റ്റ് ഡേ എങ്ങോട്ട് കയറി വരാം? സ്റ്റെപ്പ് വല്ലതും ഉണ്ടോ ഇവിടെ? അല്ല പിന്നെ, അയ്യോ എന്ത് പുതുക്ക് വെയിലാണോ. സൺസ്ക്രീൻ ഒക്കെ 2 കുറ്റി പുട്ടി അടിച്ചിരിക്കേ. എങ്ങനെ ഇവിടെ നടമ്പരൊക്കെ എത്തട്ടെ. എടാ ജിയാണ് നിൽക്കുന്നത്, അണ്ണൻ അളവതിയാണ് നിൽക്കുന്നത്. അണ്ണൻ്റെ ഓഫീസാന്ന് തോന്നുന്നു. അടുത്ത CM ആവുന്നാണ് പറയുന്നത് അണ്ണൻ. ഇവിടുത്തെ പയ്യന്മാരാണ് പുള്ളിയുടെ കൂടെ. അങ്ങനെയല്ല, ഇവിടുത്തെ ഓരോ കിളവന്മാർ വരെ പുള്ളിയുടെ കൂടെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇത് പാർട്ടി ഓഫീസാണോ? വെള്ളമൊക്കെ വെച്ചിരിക്കണം, കുടിക്കാനൊക്കെ വെള്ളം. പിന്നെ 2025 CM ആണെന്ന പിന്നല്ല, എല്ലാരും പറയുന്നത് പുള്ളി വിജയ് ജയിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കേറി വരുന്നുണ്ടായിരുന്നു. രാത്രിയാറ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, വെട്ടയില്ലല്ലോ. അയ്യോ ഹായ്. ചെന്നൈയിലെ ബ്ലോക്കുകൾ, കൊടുക്കത്തെ ബ്ലോക്ക്, ചെന്നൈ പിന്നെ ബ്ലോക്ക്. ചെന്നൈ പട്ടണോ, ചെന്നൈയുടെ മറ്റൊരു മുഖം, ഭയങ്കര സ്ലമ്മായിട്ടുള്ള ഏറിയോ ലക്ഷറി ആയിട്ടുള്ള മറ്റൊരു മുഖം.
ഇവിടെ മൊത്തം സ്ലമ്മായിട്ടുള്ള ഏരിയ, ഇവിടെ ഫുള്ള് ഫ്ലാറ്റ്. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ആവും എന്നുള്ള വിശ്വസിച്ചായിരിക്കും അവരും കഴിയുന്നല്ലേ, ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരൊരു കാലത്ത് നിന്ന് വലിയ നിലയിലൊക്കെ നല്ലൊരു വീട് വെച്ച് അങ്ങോട്ടൊക്കെ മാറും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലൊക്കെ അവരും ജീവിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണോ നമ്മളെല്ലാവരും പോകുന്നത്. ചെറിയ ഉച്ച കിഴയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരുമാതിരി ഒരു പോക്കായി പോയി. നമ്മളത് ഈ മാള് നോക്കിയാണ് നമ്മൾ വന്നത്. എൻ്റെ പൊന്നെ, ഈ മാള് നോക്കിയ ചെന്നൈയിലെ ആദ്യത്തെ മാൾ. ഓടെയോ എൻ്റെ പൊന്നോ, നടന്നത് പണ്ടാറടങ്ങി. നമ്മളെന്തേലും അകത്തൊക്കെ ചെന്നിട്ടൊക്കെ വരാം. എൻ്റെ പൊന്നെ കത്തിക്കരിഞ്ഞ് ശവമഞ്ചരമായി. ഇവിടെ കയറി ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. ജിയോ സെന്റർ വി ആർ ചെന്നൈ. അങ്ങനെ ചെന്നൈ വന്നിട്ട് ഫസ്റ്റ് മാളിലേക്ക് കയറാൻ പോവാം. എൻ്റെ അമ്മേ, ഇവിടെ ദോശക്കല്ലിൽ വെള്ളം ഒഴിക്കത്തില്ല, ചൂടായിരിക്കുന്ന ദോശക്കല്ലിൽ വെള്ളം ഒഴിക്കില്ല, അതുപോലെ ഉണ്ട്. എൻ്റെ അമ്മേ, ഫോണിനകത്ത് കടയുടെയൊക്കെ പേര് കണ്ട് നമ്മൾ ഞെട്ടിന്ന് കഴിഞ്ഞാൽ ഞെട്ടി തെറിച്ച്. എന്തോടാ അഞ്ചു? ഇവിടെ കടലില്ല, പക്ഷെ തിരയുണ്ട്. തിര ഇവിടെ റോഡില്ല, ഗ്യാപ്പ്. രസികൻ തന്നെ ജസ്റ്റ് അംജു തിങ്സ്. അവിടെ നമ്മൾ സെക്യൂരിറ്റിക്കാരൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. നമ്മൾ വ്ളോഗ് കുറച്ച് എടുക്കാം. നമ്മൾ ഒരു മാളിൽ വന്നപ്പോഴത്തേക്കും ഇത് ഏത് ക്യാരക്ടറാണെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ജയവച്ച് എന്തോ പേരാണ്. ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഫോർ മുതലാളി ചെന്നൈ വന്നിട്ട് മുതലാളിക്കൊന്നും വാങ്ങിച്ചൊന്നും വേണ്ട, നൈസായിട്ട് വാങ്ങിച്ചൊക്കെ വിചാരിച്ചു. ആരാണോ എന്തോ അവിടെ കൊടുക്കുമ്പോൾ അറിയത് ആരാന്നുള്ളതൊക്കെ. എന്തായാലും നമ്മൾ വാങ്ങിക്കുവാണ്. താങ്ക് യു. നമ്മള് അനിമേ ക്യാരക്ടറൊക്കെ ആരാണോ എന്തോ ജയവച്ചെന്തോ പേരാണ്. ഡിമൺ സ്റ്റൈലിൽ അങ്ങനെ എന്തോ ക്യാരക്ടർ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വന്ന് വേറെ സാധനം കണ്ടു, അതിശയിപ്പിക്കുന്ന സംഭവം. എന്നുവെച്ചാൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ നോക്ക്, ലിക്കർ ഷോപ്പിൻ മാളിനകത്ത് ലിക്കർ ഷോപ്പ്, അത് പ്രീമിയം ലിക്കർ തന്നെയാണ്. അത് ലിക്കർ തന്നെയാണ്, ലിക്കർ ഷോപ്പടാ. എഞ്ചിനോയില്ല, ലിക്കർ ഷോപ്പ്. അയ്യോ, വാ, എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് ഗ്രൻ ഫ്രിഡ്ജ്. അതാണ് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ഗ്രൻ ഫ്രിഡ്ജ്, ഇതാണ് ഗിഫ്റ്റ് കിട്ടിയത്. എൻ്റെ മോനെ കിടില സാധനമാടാ. കോർക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ആ കിണ്ണ കാഴ്ച സാധനം. ഞാൻ ചെന്നൈയിലെ ജാക്ക് ഡാനിയൽ അതിന്റെ ഫുള്ള്, ഇത് ഇതിന്റെ ഹാഫ്. ആ കൊള്ളാം, ഏറ്റവും കൂടുതൽ. ഓ കൊള്ളാം. ഒരു ഫോട്ടോയും കാണാതിരിക്കും. എവിടെ വിജയ്? അതുകൊണ്ട് കൈ ഒപ്പിയിരിക്കണുണ്ട്, അതുകൊണ്ട്. ഓ കൈ ഇട്ടിരിക്കണം. പക്ഷെ ജേഡി ജിംബീം എല്ലാം ഉണ്ട്. പച്ച കളർ ജപ്പാൻ സാധനം. ജപ്പാൻ സൈറ്റാ അത്. മറ്റേ ടക്കീല. ഇത് മറ്റേ ജപ്പാനിലെ സാധനോടാ. ഓ ചാളിമാരി ഇതൊക്കെ മതി. ഇവിടെ അധികം ഗംഭീരമായിട്ട് നമ്മൾ പോയതിൻ്റെ ചിലവ്, നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ്, ഒരാൾക്ക് എത്ര രൂപ ചിലവായി, ഒരാൾ എത്ര രൂപ എന്നൊക്കെ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എത്രയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉള്ളത്? അത് മൊത്തത്തിൽ ഇനി വരുമ്പോൾ ഒരാൾ 1250 ആണോ? മനസ്സിലായില്ലേ? ഇത് ബാക്കോണ്ട് എങ്ങനെയാണ്? ഇത് ബാക്കോണ്ട ഇത്രയും വെള്ളം അതിനുശേഷമുള്ള കണക്കാണ്. തല പോഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം നമ്മൾ ചായ കുടിച്ചു, ഫുഡ് കഴിച്ച് കറങ്ങി ഒരു തത്തയെ കണ്ട് 22,000 രൂപ നമ്മള് വീഡിയോ എടുത്തേക്കെന്ന് അറിയാമോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിവാൻഡ്രത്തൊക്കെ ഈ തത്ത ഒന്ന് കണ്ടിട്ട് റീച്ച് കുത്തനെ താഴോട്ട്, ചെലവ് കുത്തനെ മുകളിൽ. അതിലല്ലേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കുറെ പേര് എന്നിട്ട് പറയും കാശ്മീർ 1000 രൂപയ്ക്ക് പോ, 500 രൂപയ്ക്ക് പോകുന്നത്. 1000 രൂപയ്ക്ക് ട്രെയിനിൽ കയറി ഇവിടെ എത്തിയിട്ട് പിന്നെ പട്ടിണി അടക്കേണ്ടി വരും. ഇതൊന്നും മനസ്സിലാക്കാം. തൊട്ടടുത്ത ചെന്നൈ വന്നിട്ട് പോകണം, ഇത്ര പൈസ വേണം. അപ്പോഴാണ് കാശ്മീർ ഉണ്ടാക്കാൻ 1000 രൂപയ്ക്ക് ഒരു രാത്രിയും 3 പകലും. എന്തൊക്കെയാണ് പറയണം?
അവർ പോയ യാത്രയെ പറ്റി വിവരിക്കുന്നു, നമ്മൾ ബില്ലിനെ പറ്റി വിവരിക്കുന്നു. അത് കണ്ടിട്ട് പോകാനും ആൾക്കാരുണ്ട്. അതിന്റെ ഇപ്പൊ ഞാൻ റീലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ത് പറയും, കള്ളവണ്ടി പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടെ നിന്ന് പട്ടിണി കിടക്കണേ 1500 രൂപ. ഇവിടുത്തെ വടക്ക് വരെ 50 രൂപയാണ്. ശരി, പോയിന്റ് വടക്ക് 55 രൂപ. ടേസ്റ്റ് കാരണം ഭയങ്കരമായിട്ട് മുണുങ്ങി. ലാസ്റ്റ് ബില്ല് വന്നപ്പോഴത്തേക്ക് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര വെയിൽ നടക്കാൻ പറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒരു മാളി വന്നത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നാണ്. നമുക്കിനിപ്പം 4:45 നമ്മുടെ ബസ്സാണ്. നമ്മൾ തിരിച്ച് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് ബസ്സിന് പോയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അവന്മാർ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നത് ചെയ്യാൻ വെറുതെ പോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഇവന്മാരോട് അങ്ങ് ട്രിവാൻഡ്രം പോയി ഇറങ്ങാന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവന്മാർ H&M കയറുന്നത് എന്തിനാണോ എന്തോ, അവിടെയും H&M ഇല്ലാത്ത കൂട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഫുഡ് കഴിച്ചതും എല്ലാം കൂടി ചേർത്ത് മൊത്തം എക്സ്പെൻസ് ഒരു 10,000-22,000 രൂപ വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബഡ്ജറ്റ് കുറച്ച് ചവിട്ടി പിടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. H&M ഗ്ലാസ് റിച്ച് ഗ്ലാസ് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാനില്ലേ പവർ ഗ്ലാസ് ആയതുകൊണ്ട് ഈരോട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ലെൻസ് കാർട്ടിൽ പോയപ്പോൾ 6000 രൂപയോളം പറഞ്ഞുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രെയിം എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് അതിൽ നമുക്കൊരു 3000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ലെൻസിലോട്ട് നമുക്ക് എന്താ പറയുക കൂളിങ്ങിലോട്ട് മാറ്റാൻ പറ്റും. ടോട്ടൽ 4500 രൂപ വടക്ക് ഒരു ഗ്ലാസ്. കണ്ടുകൊണ്ടിടത്തൊരു അടുത്ത റിച്ച് മാമൻ. വാട്ട് ഡിഡ് യു ബൈ? ഇസ്മാല. നമുക്കൊക്കെ സ്വർണ്ണമാല. ഒരു കവർ വരുമോ? നമ്മളൊരു വെജ് താലി മീൽസ് കഴിക്കാൻ വിചാരിച്ചു. നമുക്ക് സമയമില്ല, ബസ്സുണ്ട് നമുക്ക് പോകാനായിട്ട്. പായസമുണ്ട്, ഇതെന്ത് കറിയെന്ന് അറിയാൻ പറ്റാം. ഇത് തൈരുണ്ട്, ഇത് മറ്റേ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഉണ്ട്, ഇത് രസം, ഇത് വേറെന്തോ രസമാണെന്ന് തോന്നുന്നു, ഇത് സാമ്പാർ, ഇത് അവിയൽ പോലത്തെ സാധനം എന്താണ് യാതൊരു കൊടുത്തില്ല. ഇത് ഇഞ്ചിപ്പുളിയുണ്ട്, പിന്നെ നാരങ്ങാച്ചാറുണ്ട്, പിന്നെ ഇതിനുണ്ട് പട്ടിച്ചോ അംജിത്തുണ്ട്. ഫുഡ് വന്ന് ചോറ് എന്താടാ നിർത്തി ഫോട്ടോ എടുപ്പിച്ചല്ലേ? നമുക്ക് കാണാം ആരാ മഴവില്ലെന്നുള്ളത് കേട്ടോ. ഓ ശരി ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് വരാം. വിശക്കണം, നല്ല വിശപ്പുണ്ട്. ഓക്കെ ശരി എന്നാൽ ബൈ. ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ അവിടെ ബസ് എടുക്കേണ്ട അവിടെ തന്നെ ബസ് കയറാൻ തീരുമാനിച്ചു. അവന്മാരെല്ലാം ബാഗ് വെച്ചുകൊണ്ടിരിക്കുന്നു, ചാർജറൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വെക്കടാ, നമ്മളെ കൊണ്ട് പോകത്തുള്ളു. നല്ല പെട്ടെന്ന് വെച്ചാൽ അതെന്നുള്ളത്. അത് നമ്മൾ ആരൊരു അടുപ്പിച്ച് തന്നെ വെച്ചാൽ നമ്മൾ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പറ്റല്ലേ? ഫസ്റ്റ് ടൈം 11, 12, 14, 15 ഇതൊന്ന് എന്താ പണ്ടത്തെ ഇവൻ മറ്റേ നമ്മുടെ ഇതാണ്. എനിക്ക് പ്രായമായി, എനിക്ക് പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ലെന്നാണ് ജീവിക്കാൻ നിൽക്കുന്നത്. അഞ്ചു പിണങ്ങിപ്പോയി. അംജുവിന് അപ്പുറത്ത് തട്ടി. അംജുവും നിതിനും കൂടി ഒരുമിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് പിണങ്ങിയാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ നിതിൻ ജീവനോട് ഉണ്ടായാൽ മതിയായിരുന്നു. അഞ്ചു പീഡിപ്പിച്ച് കൊല്ലും മിക്കവാറും. ഓരോ വളവെത്തുമ്പോഴും ഇതിന്റെ വണ്ടേ കൂടെ കൊള്ളാം, നല്ല കംഫർട്ട് ഇല്ലടാ. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അല്ല, നീ സ്ലീപ്പർ ചെയ്ത് പോയിട്ടുണ്ടോ? ബസ്സിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രെയിനിൽ ബസ്സിന് എവിടെ ഒരു കാര്യം, പോത്തങ്കോട് ദാസൻ്റെ അടുത്തായിട്ട് ദാസൻ്റെ അടുത്തുള്ള ബസ് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ബസ് എടുത്തിരിക്കുകയാണ്.
ഇനിയൊരു നമ്മൾ ചെന്നൈ സിറ്റിയോട് ഇവിടെ പറയുന്നു. അണ്ടിൽ നെക്സ്റ്റ് ടൈം ചെന്നൈ സിറ്റി ബൈ 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 ബൈ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. ചെന്നൈ വ്ലോഗും സംഭവങ്ങളൊക്കെ. അപ്പം ചെന്നൈ ബൈ ബൈ ചെന്നൈ. അണ്ടിൽ നെക്സ്റ്റ് ടൈം വി ആർ സെൻഡിങ് യു ബൈ ബൈ. അപ്പം ഇതിലൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ ബൈ.